ഖുർബത്ത് എന്ന് കേട്ടാലോ അല്ലേ? കുർബത്ത് ഖുർബത്തിലെ കുർബത്ത് എൻ്റെ സുഹൃത്ത് സക്കറിയ എഴുതിയ വരികളാണിത്. ആദിയാണുള്ളിൽ അകലുമെന്നോർത്ത് ആഴിക്കടിയിലും തിരയുന്നു ഞാൻ, ആഴിക്കടിയിലും തിരയുന്നു. നീ എന്ന മധുരം തീരുമെന്നോർത്ത് ഓർമ്മകൾ പോലും നുണഞ്ഞില്ല ഞാൻ, ഓർമ്മകൾ പോലും നുണഞ്ഞില്ല. ഒരു കവാലിയൊക്കെ പോലെ ഇങ്ങനെ കുറെ പേര് ഇരുന്ന് ഞങ്ങൾ ചെയ്തൊരു സാധനമാണിത്. ഈ ഈ നേരത്തെ പറഞ്ഞ ഈ 100 പൂക്കൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദി ഏറ്റെടുത്ത പാട്ട് ഏതാണ് അലൂഷി? എനിക്കൊന്ന് കുറെ മെഹബൂബിന്റെ മുംബൈക്കടൊക്കെ പാട്ടുകൾ, ഓമലാളെ റാസ റസാക്കിന്റെ പാട്ട്, നമ്മളെ സുഹൃത്താണ്, കണ്ണൂർ തന്നെയാണല്ലോ. എനിക്ക് അതും കൂടി ഒന്ന് പിടിക്കും. ഓമലാളെ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂചി മുന്നയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്ത്, ഞാൻ നിനക്കൊരു മാല തീർത്ത്. ഒക്കെ അധിക വേദികളിലും ആൾക്കാർ പാടാൻ പറയുന്ന ഒരു പാട്ട്. ഈ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഈ ഗസലുകളെല്ലാം ഒരു കാലത്ത് നോർത്തിലേക്ക് ഒതുങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. കേരളത്തിന് വലിയ പരിചിതമായിരുന്നില്ല. ഇപ്പോൾ ഉമ്പായിയൊക്കെ വന്നാണ് അത് പോപ്പുലറൈസ് ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഉമ്പായിക്ക് ശേഷം അങ്ങനെ വീണ്ടും ആ ഒരു ട്രെൻഡിലേക്ക് വളരെ സാവധാനമാണ് മടങ്ങുന്നത് അല്ലേ? അതെ, നമ്മുടെ ഷബാസമനുണ്ട്, അലൂഷിയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഉമ്പായിയുടെ ഒരു വളരെ പെട്ടെന്നുള്ളൊരു വേർപാടായി ഇപ്പോൾ ഉമ്പായിയുടെ അല്ലേ. ഉമ്പായിയുടെ ഏത് പാട്ടാണ് സാധാരണ? ഉമ്പായി മനോഹരമായിട്ട് ഈ പഴയ മലയാള സിനിമാ ഗാനങ്ങളെടുത്ത് ഉമ്പായി സ്റ്റൈലിൽ പാടിയിട്ടുണ്ട് അല്ലേ. യേശുദാസിന്റെ ഒക്കെ പാട്ടുകൾ പഴയതൊക്കെ എടുത്ത് ഈ മനോഹരം ഒരു പുഷ്പം മാത്രം അതുപോലെ വിളിക്കില്ല അങ്ങനെ. അതെ അതെ, മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണിവിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണിവിളക്കേ. ഒറ്റ സ്റ്റൈലാണ് പക്ഷെ ഉമ്പായിയുടെ. ഈ രീതിയിലാണ് ഏത് പാട്ട് പാടിയാലും ഈ രീതിയിലാണ്. ഇപ്പം ഒരു പുഷ്പം പാടിക്കേ, ഒരു പുഷ്പം എങ്ങനെയാണ് ഉമ്പായി പാടുക? ഉമ്പായി ഏകദേശം അത് കിട്ടും. അതിൽ വലിയ മാറ്റം, ഇത് ഭയങ്കര മാറ്റമല്ലേ ഈ പാട്ട്. വാഗപ്പൂ മരം പാടിയിട്ടുണ്ട് അതിമനോഹരം, ബിജു തിരുമല. ബിജു തിരുമലയുടെ. അതെ, ബാബുക്കൊക്കെ ഇപ്പോഴും അല്ലേ ആളുകൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഗായകരിൽ ഒരാളായി തുടരുക തന്നെയല്ലേ ചെയ്യുന്നത്. ബാബുക്കട ഒറിജിനൽ കാസറ്റ് മനോരമയ്ക്ക് അതിന്റെ റൈറ്റ്സ് വളരെ അപൂർവമായിട്ടുള്ളൊരു പാട്ട്. എത്ര ചില യേശുദാസ് പാടിയതിനേക്കാളും മനോഹരമായിട്ടാണ് നമ്മൾ എങ്ങനെയാണ് അത് പറഞ്ഞു ഫലിപ്പിക്കാന്ന് അത് പേടിയോണ്ടാണ് അത് പിടിച്ചു വെച്ചത്. കാരണം വെച്ചാൽ അത് നാളെ യേശുദാസ് ശതാഭിഷേകനാകുന്ന ദിവസമാണ്. യേശുദാസിന്റെ മനോഹരമായ പാട്ടുകളെല്ലാം യേശുദാസ് പാടിയതും ബാബുക്ക പാടിയതും താരതമ്യം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബാബുക്ക പാടുന്നതല്ലേ ബാബുക്ക ചില കല്യാണ വീടുകളിലൊക്കെ പാടിയ വിട്ടുപോയി. കല്യാണ വീടെന്ന് പറഞ്ഞപ്പോഴാ ചായ കാപ്പി ജ്യൂസ് എടുക്കട്ടെ? ചോദിക്കത്തേ ഉള്ളൂ, ചായ ഇല്ല, കാപ്പി കഴിഞ്ഞു, ജ്യൂസ് ഏകദേശം പകുതി ഉണ്ട്. അത് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ജ്യൂസ്. അല്ല പാട്ട്